ഹായ് ഫ്രണ്ട്സ്, RBA ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതിമനോഹരമായ ഒരു വീഡിയോ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ആളിങ്ങനെ നടന്ന് നോക്കിയാലൊക്കെ ഇഷ്ടംപോലെ കാണാൻ കിട്ടും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ രീതി തന്നെയാണ് ഇത് നിർമ്മിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇതിന് ചിലവ് കുറവാണ്, അതാണ് ഇതിന് മെയിൻ. ഇതിൻ്റെ എക്സ്പെൻസ് വളരെ കുറവാണ്, അതാണ് ഇതിൽ നോക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ഇർഷാദുമായിട്ട് തന്നെ ചോദിക്കാം. അപ്പം ഇതിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ ഏകദേശം എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടാവും? ഇതിന് നമുക്ക് അങ്ങനെ കറക്റ്റ് നമ്മൾ കണക്കൂട്ടി പറയാൻ കഴിയൂല. വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിന് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന കുറച്ച് മുളകളുടെ കമ്പ് അത് നമ്മൾ എത്ര മീറ്ററാണോ നമ്മൾ കൂട് ഉദ്ദേശിക്കുന്നത് ആ അളവിലുള്ള വീതി നീളത്തിലുള്ള ഒരു 2-4 ഫ്രെയിം ഒരു ഭാഗത്തേക്ക് വരും. 4 ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു മുള വെച്ച് കിട്ടില്ലേ? അതെ അതെ. അതേമാതിരി അപ്പുറത്തുണ്ടാക്കിയിട്ട് അത് രണ്ടും ജോയിന്റ് ചെയ്യാം. പിന്നെ നമ്മളെ കടയിൽ നിന്നൊക്കെ മീറ്ററിന് 15 മുതൽ 30 രൂപ വരെ വാങ്ങാൻ കിട്ടുന്ന വല ഉണ്ട്. അത് വാങ്ങിയിട്ട് ഒരു സേഫ്റ്റിക്ക് നമ്മൾ പുറത്തുകൂടെ ഒന്ന് കെട്ടിയിട്ട് വല എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് വല അല്ലേ? ഇതാണ് ഈ വല. അത് കുറഞ്ഞ പൈസ ഉള്ളൂ. ഇത് ചെറിയ പൈസ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നമ്മളെ കൊതുക് വല കുട്ടികൾക്ക് കിണറിനൊക്കെ ഇടുന്ന കൊതുക് വലനുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊതുക് വല എന്ന് പറയുമ്പോൾ അത് ഈ ടൈപ്പാണ് അല്ലേ? ഇത് മീറ്ററിന് 30 രൂപ. മീറ്ററിന് 30 രൂപ. 50 രൂപയ്ക്ക് ചെറിയ കടകളിൽ നിന്നൊക്കെ കിട്ടും. ചെറിയ കടയിൽ നിന്ന് 30 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ. റേറ്റ് ഉള്ളൂ അല്ലേ? അത് വാങ്ങിയിട്ട് കെട്ടി അതിൻ്റെ ഉള്ളിലിട്ട് കുറച്ച് ക്യാനുണ്ടെങ്കിൽ നമ്മളെ പരിപാടി. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വല നമ്മൾ ഇതിൻ്റെ പുറമെ ഭാഗം കെട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു വല കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു
കൊതുക് വല എന്ന് പറഞ്ഞിട്ട് ഇത് എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. നമ്മളെ ഇപ്പൊ ഇവിടെ തന്നെ ഇതിന്റെ ചുറ്റും തന്നെ നീർനായകള് ഇഷ്ടംപോലെ അപ്പൊ അവര് ഒറ്റയടിക്കട് കയറി പോണ്ടെന്നുള്ളതാണ് നമ്മള് ഇത് ചെയ്തത്. അപ്പൊ ഇതൊക്കെ കടിച്ചും മുറിച്ച് പൊട്ടി പോലെ ഇതിന്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് പോലുമായിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ടും ഇത് പൊട്ടിക്കൂല എന്നുള്ളതാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിലെ ഈ പുഴയില് കളിച്ച് വലുതായ അതിനോണ്ട് എനിക്ക് ഇതുവരെയുള്ള എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പൊട്ടിക്കൂല. ഏകദേശം എത്ര താഴ്ചയുണ്ട് വള്ളത്തിന്റെ അടിയിൽ എത്ര ഉണ്ടാവും? 2.5 മീറ്റർ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ഈ വെള്ളം നിൽക്കുന്നതിന്റെ താഴത്തേക്ക് 2.5 മീറ്റർ താഴ്ചയിലുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പുറത്തേക്ക് ഏകദേശം 1 മീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഒരു സ്പേസ് 3 മീറ്റർ ഹൈറ്റ് ഉണ്ട്. 3.5 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും അല്ലേ? കുറക്കാം. അപ്പൊ ഇത് ഇത്രയും ഇത് താന്ന് നിൽക്കുന്നത് പിന്നെ വെയിറ്റ് വേറെ എന്തെങ്കിലും നങ്കൂരുണ്ട് അത്? ശരി. അപ്പൊ എത്ര നങ്കൂരം ഇതിന് ഉപയോഗിച്ചത്? 2 നങ്കൂരം. ഒന്ന് മുകളില് ഈ ഒരു ഇത് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നിൽക്കണത് ഇത് വേണ്ട. അതല്ലെങ്കിൽ ഇത് താന്ന് പോവാതെ വേണ്ട അളവില് അല്ലേ? ഇതിൽ ഒരു നങ്കൂരം ഒഴിവാക്കി കഴിഞ്ഞാല് ഇത് ഒരു നങ്കൂരത്തിന്റെ കയർ എത്രയാണോ ഉള്ളത് ആദ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പരീക്ഷണാടിസ്ഥാനത്തില് ചിലപ്പോ അത് അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഏത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ഓരോ അറിവും നമുക്ക് കിട്ടുക. നമ്മള് പിന്നെ ഈ തോണിങ്ങള് ഒരിക്കൽ വീഡിയോ ചെയ്താണ്. പിന്നെ ഇതൊക്കെ നമുക്ക് തോന്നണേ നമ്മളൊരു ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇപ്പം ഈ ഞങ്ങൾ ഈ ഇരിക്കുന്ന തോണി നമ്മളെ ഇർഷാദ് നിർമ്മിച്ചതാണ്. ഇർഷാദ് ഉണ്ടാക്കിയ തോണിയാണിത്. അതതിൻ്റെ പ്രത്യേകത. ഇർഷാദ് ഉണ്ടാക്കിയ തോണി തന്നെയാണ് നമ്മൾ ഓൻ്റെ മറ്റൊരു സംരംഭം തുടങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നതും. അപ്പം ഈ തോണീനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും ഇതിൻ്റെ വീഡിയോസും ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട്. അത് എൻ്റെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ കാണുക. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പിന്നെ ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ കാണുന്നതെല്ലാം എൻ്റെ പ്രേക്ഷകരും കാണണം. അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അടുത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ നികത്താനുള്ളത് എൻ്റെ പ്രേക്ഷകർ തന്നെയാണ്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ പ്രേക്ഷകരോട് തന്നെ ചോദിക്കല്. അപ്പം എന്നുള്ള സംഗതികളൊക്കെയാണ്. അപ്പം ഇവൻ്റെ കുറച്ച് കാര്യം കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോകാം. ഏകദേശം മാക്സിമം എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടാവും പറഞ്ഞേ? കുട്ടികൾക്ക് 10,000 രൂപയാണ്. കുട്ടികൾക്ക് 10,000 രൂപ. ഈ 1000 കുഞ്ഞുങ്ങൾക്ക് ഇപ്പം 10,000 രൂപ കൊടുത്ത്. പിന്നെ ഈ ഇതിന്റെ എക്സ്പെൻസ്, ഈ വല, അതേപോലെ ഈ കന്നാസ്, മൊത്തത്തിൽ ഒരു 10,000 രൂപ ഒക്കെ ആയിട്ടുണ്ട്. 10 രൂപന്റെ ചെലവില്ലേ? കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പൈസ കണക്കൂട്ടാൻ പറ്റിയൊരു സംഭവം അല്ല. മാത്രല്ല കൊതുകുവല, മറ്റേ സക്കാൻ്റെ വലയാണ്. പിന്നെ കുറച്ച് മുളയും കാര്യം ഉണ്ടെങ്കിൽ എന്നാ പിടിക്കുക. ഇത് മത്സ്യങ്ങളായതുകൊണ്ട് നമുക്ക് ഏത് പ്രായത്തിലും പിടിച്ചു വെക്കാം. പിന്നെ നമുക്ക് എത്രത്തോളം വളർച്ച എത്തണോ അതിനനുസരിച്ച് പങ്കെടുക്കാം. നമുക്കിപ്പോ ഒരു 3 ഇഞ്ച് വളർച്ച എത്തിയിട്ടുണ്ട്. എത്ര ഇതിന്റെ വളർച്ചയുടെ കണക്ക്? ഇതിപ്പോ 1 മാസമാണ് ആയത്. 1 മാസം. പിന്നെ നമ്മളെ നാട്ടില് 2 കിലോ 3 കിലോ ഒക്കെ ആയ പ്രാല് നമുക്ക് കിട്ടും. എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായ പ്രായം ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ യൂട്യൂബിൽ ഇതിലൊക്കെ പറയണേ 1.5 കിലോ വരെ 1 കൊല്ലം കൊണ്ട് ആവുന്നാണ് പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചയിൽ ഈ പോക്കാ പോണ വെച്ചേക്ക് അതിലേറാവും. പക്ഷെ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് നല്ലോണം പഠിക്കാൻ. നമ്മൾ തീറ്റ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് തീറ്റ. തീറ്റ ഒന്ന് കയ്യിലേക്ക് എടുക്കാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതാണ് തീറ്റ. ഈ തീറ്റ നമ്മൾ ഇത് ഇപ്പോൾ മൊത്തത്തിൽ അതിനിട്ട് കൊടുക്കാനുള്ളതാ? ഇത് മൊത്തത്തിൽ അതിനിട്ട് കൊടുക്കാനുള്ളത്. അതിന് ഒരു നേരം എത്ര ഗ്രാമാണ് അതിന് കൊടുക്കുക? ഒരു 200 ഗ്രാം. 200 ഗ്രാം. അപ്പം തീറ്റ കൊടുക്കുകയാണ് നമ്മൾ. തീറ്റ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഈ തീറ്റ ഇടുന്ന സമയത്ത് തന്നെ അവരത് ഫുള്ള് കഴിക്കൂലേ? പിന്നീട് അതിൽ വെക്കുന്ന ഒരു സമ്പ്രദായം അല്ല. ആ പരിപാടി ഒന്നുമില്ല.
കഴിക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കറക്റ്റായിട്ടെങ്കിലൊക്കെ പോവാണ്ടെങ്കിൽ നമ്മളെ വേഗം നമ്മൾ ഒരളവുണ്ടല്ലോ, അളവിലിട്ടച്ച് നമ്മൾ വേഗം പോകും. സാധാരണഗതിയിൽ ഒരു 10-20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവരൊക്കെ ഒന്ന് കണ്ട് എന്നിട്ട് നമ്മൾ പോവുള്ളൂ. അങ്ങനെ പോവുള്ളൂ. ഈ ജോലികളൊക്കെ ചെയ്യുന്ന മനസ്സിനൊരു സമാധാനമുള്ള ഒരു ജോലിയാണ് അല്ലേ? ഏത് മീനായാലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏത് പക്ഷികളായാലും അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്ന എല്ലാ മൃഗത്തെക്കാട്ടിലും എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമായി ഈ മത്സ്യങ്ങൾ തന്നെയാണ്. ഇതിട്ട് ഒന്നായിട്ട് ഒരുപാട് എണ്ണം ഉണ്ടാവും. അതിൽ ഒന്നായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളവിടെ വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഇന്ന സമയത്ത് തീറ്റയായിട്ട് വരുന്നുള്ളൊരു ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ 1-2 ആൾക്കാരല്ല, നമുക്ക് ഒരു 1000 കുട്ടികളുണ്ട് ഇതിൽ. 1000 കുട്ടികളൊക്കെ ഉണ്ട്. അതെ, ഈ 1000 കുട്ടികളും നമ്മളെ കാത്തിരിക്കണം. ഒരു 1000 മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കാൻ നമ്മളോണ്ട് അങ്ങനെ ഒറ്റയടിക്കൊന്നും കഴിഞ്ഞാൽ ഞാൻ 100-150 അങ്ങനെയൊക്കെ ഉള്ളൂ. 1000 കുട്ടികളെ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇതിൽ വേറെ ആരെങ്കിലും പാർട്ണറായിട്ടുണ്ടോ? അതെ, അഷ്റഫ് ഉണ്ട് അല്ലേ? ഓർക്കണല്ലേ? ശരിയാ. പക്ഷെ അഷ്റഫിന് എല്ലാ ഒരു പ്ലാനും അല്ലേ? നിങ്ങൾ രണ്ടാളും പാടെ ഇത് കൂടിയിട്ട് പിന്നെ അത് ഉണ്ടാക്കിയതാണ്? രണ്ടാളും പാടെ കൂടിയിട്ട് ഉണ്ടാക്കിയാണ്. ഇനിയിപ്പോ ഒരു കൂടെ അവിടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കരക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അത് മീൻ തന്നെയാണ്. മീനിന് ഈ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടു മാറാനുള്ളൊരു താല്പര്യം ഇപ്പല്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മളെ മനസ്സിന് സമാധാനം കിട്ടുന്ന ജോലി ചെയ്യാന്നുള്ളതാണ്. അതാണ് ജോലിയായാലും നമ്മളെ മനസ്സിന് സന്തോഷം നൽകാന്നുള്ളതാണ്. അതേമാതിരിയാണ്. പിന്നെ സാമ്പത്തികം നമ്മള് ആഗ്രഹിക്കണം. അത് പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പം ഇർഷാദിന്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇർഷാദ് പറയുന്നത് എന്താ വെച്ചാൽ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലിക്ക് നമ്മൾ ആത്മാർത്ഥതയോട് കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് വിജയം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം എനിക്ക് തന്നെ നല്ല പരിചയമുണ്ട്. ഇർഷാദിന് 2-3 വീഡിയോ ഞാൻ ഇർഷാദിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ ആണ് ഞാൻ ഇവൻ്റെ കൂടെ നിന്ന് ചെയ്യുന്ന വീഡിയോ. ഇത് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് സക്സസ് ആണ്. അതുകൊണ്ടാണ് ഓന് പിന്നീടും വേറൊരു ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മീനിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന് പിന്നെ സന്തോഷം നൽകുന്ന ഒരു ജോലിയാണ് എന്നുള്ളതാണ് ഇർഷാദ് പറയുന്നത്. അപ്പോൾ ഇർഷാദ് ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ കാണിച്ചു തരാം. ഓൻ്റെ വേറൊരു കൂടും കൂടി ഒന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി എങ്ങനെയാണ് എന്തെന്നുള്ളതൊക്കെ ചോദിക്കാം നമുക്ക്. ഇതിപ്പം തുടങ്ങിയിട്ട് 1 മാസത്തോളം ആയിട്ടുള്ളൂ. ഇത് അവൻ്റെ വീട് ഇവിടെ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രത്യേകത ഞാൻ വേറെ പറഞ്ഞു തരാം. അവിടെ കാണുന്നോന്ന് അറിയില്ല. അവൻ്റെ വീട് ഇതിൻ്റെ നേരെ മുകളിലാണ്. ചാലിയാറാണ് ഈ പോകുന്നത്. ഈ ചാലിയാറിൻ്റെ അടുത്ത് തന്നെയാണ് ഓൻ്റെ വീട്. എല്ലാം കൊണ്ടും ഓന് പിന്നെ ഒരു റാഹത്താണ്. ഒരു വേണ്ട സമയത്ത് ഇതിന് 3 നേരമാണ് ഇതിന് ഭക്ഷണം കൊടുക്കുന്നത്. രാവിലെ 7 മണിക്ക്, 10 മണിക്ക്, വൈകുന്നേരം 5 മണി 4 മണി മുതലാണ് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം. അസുഖങ്ങൾ, അതിനുള്ള പ്രതിവിധികൾ പലതുണ്ടാവും. അത് നമ്മൾ വേഗം പഠിച്ചു വെക്കണം. അത് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ കുറച്ച് കുട്ടികളെ ഇട്ടാട്ട് തന്നെയാണ്. ആൾക്കാർ പറയുന്നത് കേട്ടായിട്ട് നമ്മൾ കൂടുതൽ പഠിക്കാൻ കഴിയില്ല. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇതിപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാ? ഏതാണ് നമ്മൾ കാണുന്ന ഈ എന്താ അതിന് പറയുക, ഈ ചെടികളുണ്ടല്ലോ? അല്ലല്ല, നമ്മളിവിടെ കുളത്തുനിന്നും പാടത്തുനിന്നൊക്കെ എടുത്തതാണല്ലേ? ഇഷ്ടം പോലെ നമ്മളവിടെ ഉണ്ട്. ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു പായലുണ്ടല്ലോ അല്ലേ? അതുണ്ട്. ഈ മീനുകളത് അസോള, അതിനെന്താ പറയുക? അസോള എന്നൊക്കെ പറയാറുണ്ട്. സോള പല നാട്ടിലും പല പേരുകളാണ്. മീൻ വളർത്തുന്ന പോലെ അടുത്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫിഷറീസ് ഓഫീസർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്. കൂടുതലൊന്നും അവരുടെ അടുത്തേക്ക് ഞങ്ങളവിടെ എത്തിയിട്ടുമില്ല. ഇത് ഞങ്ങളൊരു പഠനം എന്നുള്ളവർക്കാണ് ഇതിട്ട്. ഇതിൽ നിന്ന് വരുന്ന അസുഖങ്ങളും ഇതിൻ്റെ പോരായ്മകളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അറിവുള്ളവരുടെ അടുത്ത് പോയിട്ട് മനസ്സിലാക്കുക.
ഓരോരുത്തൊക്കെ പോയിട്ട് അവരെ സമയം നമ്മൾ പാഴാക്കുമ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാകുമ്പോൾ അല്ലേ അവർ പറഞ്ഞു തരുന്നതിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടാകുമ്പോഴേ അങ്ങോട്ടൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ IP ഇർഷാദിനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായി, കുറേ കാര്യങ്ങൾ ഓൻ പറഞ്ഞു തന്നു. ഓൻ്റെ അറിവനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഏതെങ്കിലും നല്ല വീഡിയോസ് ഏതാണോ എൻ്റെ കൺമുമ്പിൽ കാണുന്നത് അതെല്ലാം ഞാൻ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. കിട്ടോ?